നിത്യസഹായത്തിൻ പൂന്തന്നലേ, മുട്ടുമ്പോൾ എന്നും തുറക്കുന്ന വാതിലേ, നിത്യസഹായത്തിൻ പൂന്തന്നലേ, സ്വർഗത്തിലെന്നും വിളങ്ങുന്ന താരമേ, സ്നേഹത്തിൻ നിലയനമേ, സ്വർഗത്തിലെന്നും വിളങ്ങുന്ന താരമേ, സ്നേഹത്തിൻ നിലയനമേ, എന്നും ത്യാഗത്തിൻ നിറകൂടമേ, പരലോകരാജ്ഞിയാമെന്നമ്മേ, എന്നും മാതൃസ്നേഹത്തിൻ്റെ മാതൃകയേ, പരലോകരാജ്ഞിയാമെന്നമ്മേ, എന്നും മാതൃസ്നേഹത്തിൻ്റെ മാതൃകയേ, ഉഷകാലേ മിന്നും താരകമേ, നിന്നെ ഉണർവോടെ വാഴ്ത്തിപ്പാടുന്നു, ഉഷകാലേ മിന്നും താരകമേ, നിന്നെ ഉണർവോടെ വാഴ്ത്തിപ്പാടുന്നു. മുട്ടുമ്പോൾ എന്നും തുറക്കുന്ന വാതിലായ പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയം, അതെ, പരിശുദ്ധ അമ്മ വാതിലാണ്. ഈശോ പറയുന്നുണ്ട്, ഞാൻ വാതിലാണ്, ഞാനാണ് ആടുകൾക്ക് വാതിൽ. അതേ പ്രിയമുള്ളവരെ, ആ ഈശോയിലേക്കുള്ള വാതിൽ അത് പരിശുദ്ധ മറിയമാണ്. അതുകൊണ്ടാണ് തിരുസഭ അമ്മയെ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? ആകാശമോക്ഷത്തിൻ്റെ വാതിലേ, ആകാശമോക്ഷത്തിൻ്റെ വാതിലേ. പരിശുദ്ധാത്മനിവേശിതമായി തിരുസഭാത്മകമായ വിശേഷണം ഇങ്ങനെയാണ്: മറിയം വഴി ക്രിസ്തുവിലേക്ക്. ഒരു വ്യക്തിക്ക് സുഗമമായി യേശുവിനെ സമീപിക്കാനുള്ള പാത, വാതിൽ, അത് പരിശുദ്ധ മറിയമാണ്. അമ്മയാകുന്ന ആ സ്നേഹവാതിലിലൂടെ ഈശോയെ നമുക്ക് സമീപിക്കാം. ഈശോയുടെ തിരുഹൃദയ സ്നേഹവാത്സല്യം ആവോളം നുകരാം. ആ രക്ഷാനുഭവം സ്വായത്തമാക്കാം. അമ്മ നമ്മളെ സഹായിക്കട്ടെ. കാർമലഗീതങ്ങൾ ഒരുങ്ങുമ്പോൾ അമ്മയുടെ സ്നേഹവണക്കം മാതൃസ്തുതി പ്രകീർത്തനങ്ങളിലൂടെ നമുക്ക് കൊണ്ടാടാം. അമ്മയ്ക്ക് മഹത്വം നൽകുന്നത് വഴി ഈശോ മഹത്വപ്പെടട്ടെ. പാടി പ്രകീർത്തിക്കാം. മറിയമേ കനിവിൻ കടലെ കൈകൂപ്പുന്നടിയ നിൻ പാദപൂജ മലരുകളാക്കി തീർക്കേണമേ ഞങ്ങളെ, എന്നും ഓർക്കേണമേ ഞങ്ങളെ. കന്യാമറിയമേ കനിവിൻ കടലെ കൈകൂപ്പും നടിയ നിൻ പാദപൂജ മലരുകളാക്കി തീർക്കേണമേ ഞങ്ങളെ, എന്നും ഓർക്കേണമേ ഞങ്ങളെ.
മണ്ണിലൊരാലംബം വേറെ. മിന്നും തിരുമുഖമല്ലാതില്ല മണ്ണിലൊരാലംബം വേറെ. ഞങ്ങൾക്കു മണ്ണിലൊരാലംബം വേറെ. കന്യാമറിയമേ കനിവിൻ കടലെ കൈകൂപ്പും നടിയേ. നിൻ പാദപൂജ മലരുകളാക്കി തീർക്കേണമേ ഞങ്ങളെ. എന്നും ഓർക്കേണമേ ഞങ്ങളെ. മഹിളകളിൽ മാണിക്യം നീ, സ്തുതികൾക്ക് യോഗ്യയും നീ. മഹിളകളിൽ മാണിക്യം നീ, സ്തുതികൾക്ക് യോഗ്യയും നീ. നിൻ മഹനീയ സ്നേഹത്തിൻ മടിത്തട്ടിലെന്നും പരിപാലിച്ചിടേണമേ. എന്നും പരിപാലിച്ചിടേണമേ. നിൻ മഹനീയ സ്നേഹത്തിൻ മടിത്തട്ടിലെന്നും പരിപാലിച്ചിടേണമേ. എന്നും പരിപാലിച്ചിടേണമേ. കന്യാമറിയമേ കനിവിൻ കടലെ കൈകൂപ്പും നടിയേ. നിൻ പാദപൂജ മലരുകളാക്കി തീർക്കേണമേ ഞങ്ങളെ. എന്നും ഓർക്കേണമേ ഞങ്ങളെ. കന്യാമറിയമേ കനിവിൻ കടലെ കൈകൂപ്പും നടിയേ. മോനെ, മുമ്പൊരിക്കൽ ഇത് മമ്മിയല്ലേ? മുമ്പൊരിക്കൽ മമ്മി ഇവിടെ ഒരു എപ്പിസോഡിൽ മമ്മിയും മോനിരുന്ന സ്ഥാനത്ത് പപ്പയും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കുടുംബസമേതം പാട്ടിൻ്റെ മേഖലയുണ്ട് അല്ലേ? മോൻ്റെ പേരെന്താണ്? ജീവൻ ജോജി. ജീവൻ ജോജി. ജോജി. ജീവൻ ജോജി. മോനെ ഇതിൽ പഠിക്കുന്നത് ഇടവകയ്ക്കൊന്ന് പരിചയപ്പെടുത്തു. ഞാൻ 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. സെൻറ് ഡൊമിനിക്സ് കോൺവെൻറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ശ്രീകൃഷ്ണപുരത്ത്. ഞാൻ പാലക്കാട് രൂപതയിൽ നിന്ന് മണ്ണാർക്കാട് ഫൊറോനയിൽ പുറ്റാനിക്കാട് ദേവമാതാ ചർച്ച് എന്നതാണ് ഞങ്ങളുടെ പള്ളി. അമ്മയുടെ നാമത്തിലുള്ള പള്ളിയാണ്. അതുകൊണ്ട് തന്നെ അമ്മയോട് വലിയൊരു ബന്ധമുണ്ട് അല്ലേ? അതെ. മോൻ കുഞ്ഞുനാളും വല്ല പാടുന്നുണ്ടായിരുന്നോ? പാട്ട് പഠിക്കുന്നുണ്ടോ ഇപ്പോൾ? ഞാൻ പാട്ട് പഠിക്കുന്നുണ്ട്. ഇവിടെ പാലക്കാട് എൻ്റെ മാഷ് മണിസാറാണ്. മാഷുടെ ഒരു അനുഗ്രഹവും മാഷുടെ ഒരു പ്രാർത്ഥനയും കൊണ്ടാണ് എന്നെ ഇവിടം വരെ എത്തിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ പരിശുദ്ധ അമ്മ ഈശോയോടെ എനിക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നുണ്ട് എന്നതുള്ളൊരു വിശ്വാസവും അമ്മയുടെ അനുഗ്രഹവും എല്ലാമാണ് എന്നെ ഇങ്ങനൊരു സ്റ്റേജിൽ നിന്ന് എത്തിക്കാൻ ഇടയാക്കിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ കുടുംബവും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇതൊരു വലിയ മോൻ്റെ പ്രായത്തിലുള്ള അനേകം മക്കൾക്ക് വലിയൊരു തിരിച്ചറിവിലേക്കാണ്. കാരണം കുഞ്ഞുനാൾ മുതലേ പരിശുദ്ധ അമ്മയോടും ഒപ്പം പഠിപ്പിക്കുന്ന അധ്യാപകനോടുമൊക്കെയുള്ള വലിയ എളിമയുടെ മനോഭാവം അത് ഒത്തിരി ഉന്നതിയിലേക്ക് മോനെ നയിക്കും. തീർച്ചയായും മോനെ നയിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ജീവൻ എന്ന പേര് ആരുടെ പേരെന്നറിയാവോ? ഈശോയുടെ പേര്. നിത്യജീവൻ. നിത്യജീവൻ ദൈവമാണ്. മോനെന്തൊക്കെ അറിയാം? തീർച്ചയായും ജീവൻ ഈശോ പറഞ്ഞു, ഞാൻ വഴിയും സത്യവും
ജീവനുമാണ്. ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്, ഈശോ പറഞ്ഞു. അപ്പോൾ ആ ഈശോയുടെ അമ്മ എന്ന പോലെ തന്നെ ഒരു കൊച്ചു പതിപ്പായിട്ട് മോനും അമ്മയുടെ കൂടെ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി പാടുന്നു. പ്രീതി അല്ലേ? പ്രീതി ഇങ്ങനെ സകുടുംബം നിങ്ങൾ ഇടവകയിൽ മാത്രം മറ്റ് മത്സരങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ട്? മത്സരങ്ങൾക്ക് പങ്കെടുക്കാറുണ്ട്. ഇപ്രാവശ്യത്തെ ബൈബിൾ കലോത്സവത്തിൽ ഞങ്ങളുടെ ഫൊറോനയിൽ ഞങ്ങൾ ഈ ഒരു കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ 4 പേര് പോയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടവകയിലേക്ക് 3ാം സ്ഥാനം മേടിക്കാൻ സാധിച്ചു. എത്ര വർഷമായിട്ട് ഇങ്ങനെ മത്സരങ്ങൾക്ക് പോയി തുടങ്ങി? ഞാൻ കുഞ്ഞുനാൾ മുതൽ മത്സരങ്ങൾക്ക് പങ്കെടുക്കാറുണ്ട്. പിന്നെ കല്യാണത്തിന് ശേഷം കുറേ നാളങ്ങനെ സ്റ്റോപ്പായി പോയി. ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് ഞങ്ങൾ തുടർച്ചയായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ മത്സരവേദികളിൽ സജീവമാണ്. തീർച്ചയായും അതൊരു ഒരു വലിയ സൗഭാഗ്യം തന്നെയാണ് പരിശുദ്ധ അമ്മ വഴി ഈശോ തരുന്നത്. കാരണം കുടുംബസമേതം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുക എന്നുള്ളത്. ഈ കുഞ്ഞുമക്കളെയൊക്കെ വളർത്തിയെടുക്കുമ്പോഴോ എങ്ങനെയാണ് അമ്മയുടെ സാന്നിധ്യം ഒരു അനുഭവമായി? നമുക്ക് നമ്മുടെ സ്വന്തം അമ്മ നമ്മുടെ വീട്ടിൽ നിന്നിട്ട് നമ്മളെ എങ്ങനെയൊക്കെ സഹായിക്കുന്നു അതേ അനുഭവം എല്ലാ കാര്യത്തിലും പരിശുദ്ധ അമ്മയുടെ ഒരു സഹായം ഞങ്ങൾക്കുണ്ട്. ഇപ്പം ഞാനും ചേട്ടായും കൂടെ പുറത്ത് എവിടെയെങ്കിലും പോകേണ്ടി വരുമ്പം മിക്കവാറും ഞങ്ങൾ പിള്ളേരെ എല്ലാം കൂട്ടി തന്നെ പോകാറുള്ളൂ. 6 പേരെയും കൂടെ എൻ്റെ എല്ലാ ഡെലിവറി കേസിനും പോലും എൻ്റെ എല്ലാ പിള്ളേരും ഒന്നിച്ചാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോലും. അത്രയും ഓരോരോ അവസ്ഥകൾ വരുമ്പോൾ ഗർഭസ്ഥാവസ്ഥയൊക്കെ എങ്ങനെയാണ്? അമ്മയുടെ ഭയങ്കര സഹായമുണ്ട്. കാരണം എനിക്ക് ഒത്തിരി അസുഖങ്ങളുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഡോക്ടർ പറയാറുണ്ട് എന്നോട്, പ്രീതിക്ക് ഇത് സാധിക്കുന്ന അവസ്ഥയൊന്നുമല്ല, ശാരീരികമായിട്ട് പല പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ശരിക്കും മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ 3ാമത്തെ കൊച്ചിനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇങ്ങനെ ബാക്ക് പെയിൻ വന്നിട്ടുണ്ട്. അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് പൂർത്തീകരിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും, ബെഡ് റെസ്റ്റ് ഒക്കെ എടുക്കേണ്ടി വരും. പക്ഷേ ഈ 6 പേരെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ, കുറേ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെ എനിക്ക് ഉണ്ടായി, പക്ഷെ എനിക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അമ്മ നല്ല സഹായം എനിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പുറത്ത് പോകുമ്പം വീട്ടിൽ പിള്ളേരെ ഇരുത്തി പോകുമ്പോൾ പറയും, ഞാൻ എല്ലാ അമ്മമാരോടും പറയും ഇത്, ഞാൻ അമ്മയോട് പറഞ്ഞിട്ടാണ് പോണേ, മാതാവിനോട് പറയും, അമ്മേ എൻ്റെ പിള്ളേരെ നോക്കിക്കോണേ, ഞങ്ങളിങ്ങനെ പുറത്ത് പോവുക, നമുക്ക് പോകേണ്ട ആവശ്യങ്ങൾ വരുമ്പോൾ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അമ്മ ഞാൻ തിരിച്ചു വരുന്നത് വരെ കുഞ്ഞുങ്ങളെ നോക്കിക്കോണേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ പ്രാവശ്യം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണേ. തിരിച്ചു വരുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല. അപ്പം ഞാൻ വരുമ്പോൾ തന്നെ നന്ദി പറയും. പ്രിയമുള്ളവരെ, ഒരു കുടുംബിനി, ഒരു വീട്ടമ്മ പങ്കുവെച്ച അനുഭവം. മക്കള് 6. ഗർഭസ്ഥാവസ്ഥയിൽ ഒരുപാട് പ്രതികൂലതകളും ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായപ്പോഴും ദൈവം തന്ന മക്കളെ ദൈവഹിതത്തിൽ വളർത്തുവാനുള്ള ആ സമർപ്പണം, അതിൽ പരിശുദ്ധ അമ്മയോട് സഹായം ചോദിച്ചുള്ള ഒരു മുന്നേറ്റം. നമുക്കറിയാമല്ലോ, ബത്ലഹേമിൻ്റെ ശൂന്യതയിൽ ഒരു നല്ല ഭവനം പോലുമില്ലാതെ സത്രങ്ങളുടെ വാതിലടഞ്ഞപ്പോൾ അവിടെ പരാതിയില്ലാതെ പരിഭവമില്ലാതെ ലോകരക്ഷകന് ജന്മം നൽകുവാൻ മനസ്സായി ജീവിതം സമർപ്പിച്ച ആ അമ്മയ്ക്ക് ഒരു വീട്ടമ്മയുടെ, ഒരു കുടുംബിനിയുടെ, ഒരു സ്ത്രീയുടെ മനസ്സറിയാം. വീണ്ടും നമ്മൾ ശ്രമിച്ചു, പുറത്ത് എവിടെ പോകുമ്പോഴും അമ്മേ ഈ കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിൽ നൽകുകയാണെന്ന് പറഞ്ഞ് വിശ്വസിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് ഭരമേൽപ്പിക്കുന്ന ഒരു മാതാവ്. പ്രിയമുള്ളവരെ, നമുക്ക് പഠിക്കാനുണ്ട് ഒരുപാട്. ഒരമ്മ പ്രസവിച്ചതുകൊണ്ട് മാത്രം അമ്മയാകില്ല, മറിച്ച് തൻ്റെ കുഞ്ഞുങ്ങളെ ദൈവഹിതത്തിൽ വളർത്തുമ്പോൾ, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി വളർത്തുമ്പോൾ, ചെറുതോ വലുതോമായ ഏതു കാര്യമായിക്കൊള്ളട്ടെ, കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞുകൊടുത്ത് വിനയത്തിൻ്റെയും വിശുദ്ധിയുടെയും എളിമയുടെയും അനുസരണത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വഴി മുന്നേറുമ്പോൾ പരിശുദ്ധ അമ്മ കരം പിടിച്ച് യഥാർത്ഥ രക്ഷയിലേക്ക്, യഥാർത്ഥ ജീവനിലേക്ക് അമ്മ നയിക്കുന്നു. നമുക്കിതൊക്കെ ഹൃദയത്തിൽ പകർത്താം. അനേകം കുടുംബിനികൾ നന്മയുടെ മാതൃകയായി മുന്നേറുന്നു. പ്രിയമുള്ളവരെ, ലോകം മുഴുവൻ 2 മക്കളാകും, അത് ഒരു കുഞ്ഞുമാകുമ്പോഴേക്കും ഇനി വേണ്ട എന്ന് പറഞ്ഞൊക്കെ പിന്മാറുന്ന അവസ്ഥയിൽ നമുക്കൊക്കെ ഒരുപാട് മാതൃകയാണ് ഇങ്ങനെയുള്ള ധീരരായ അമ്മമാര്. നമുക്ക് പ്രാർത്ഥിക്കാം, അവരുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിനെ അനുഗ്രഹിക്കട്ടെ, ഇടപെടട്ടെ എന്ന്. അടുത്ത ഗാനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം, അതെ, അമ്മയും മകനും ഒരേ വേദിയിൽ പാടുന്നു. അമ്മയുടെ ഒരു ഗാനം നമുക്ക് ശ്രവിക്കാൻ. മകൻ പാടി, അമ്മ ഇതാ പാടുന്നു. നമുക്ക് ഗാനം ശ്രവിക്കാം.
ഭൂസ്വർഗരാജ്ഞിയേ നാഥേ. അമ്മേ അംബികേ നാഥേ, ഭൂസ്വർഗരാജ്ഞിയേ നാഥേ. നിൻ തിരുമുൻപിൽ നിൽക്കുമീ മക്കൾ തൻ പ്രാർത്ഥന കേൾക്കണമേ. നിൻ തിരുമുൻപിൽ നിൽക്കുമീ മക്കൾ തൻ പ്രാർത്ഥന കേൾക്കണമേ. അമ്മേ അംബികേ നാഥേ, ഭൂസ്വർഗരാജ്ഞിയേ നാഥേ. നന്മതൻ നിറകുടമാകുന്ന കന്യകേ, കൈകൾ കൂപ്പി ഞങ്ങൾ നിന്നെ വണങ്ങുന്നു. നന്മതൻ നിറകുടമാകുന്ന കന്യകേ, കൈകൾ കൂപ്പി ഞങ്ങൾ നിന്നെ വണങ്ങുന്നു. സ്ത്രീകളിൽ ഏറ്റം ധന്യയും നീയേ, പരിശുദ്ധമാതേ കന്യാംബികേ. സ്ത്രീകളിൽ ഏറ്റം ധന്യയും നീയേ, പരിശുദ്ധമാതേ കന്യാംബികേ. അമ്മേ അംബികേ നാഥേ, ഭൂസ്വർഗരാജ്ഞിയേ നാഥേ. താതനാം ദൈവത്തിൻ പുത്രിയാം കന്യകേ, ദൈവവിശ്വാസത്താൽ ഞങ്ങൾ നിറഞ്ഞിടാം. നാഥനാം ദൈവത്തിൻ പുത്രിയാം കന്യകേ, ദൈവവിശ്വാസത്താൽ ഞങ്ങൾ നിറഞ്ഞിടാൻ. പ്രാർത്ഥിക്കണമേ നീ ഞങ്ങൾക്കായി, നിത്യവും പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥിക്കണമേ നീ ഞങ്ങൾക്കായി, നിത്യവും പ്രാർത്ഥിക്കണമേ. അമ്മേ അംബികേ നാഥേ, ഭൂസ്വർഗരാജ്ഞിയേ നാഥേ.
സ്വർഗരാജ്ഞിയേ നാഥേ. ഹൃദയ സുഹൃത പുണ്യങ്ങളായ വിശ്വാസം, ശരണം, സ്നേഹം, ഇത് ഞങ്ങൾക്ക് തരണമേ അമ്മേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അമ്മയും മോനും ഇവിടെ പാടി. ചോദിക്കട്ടെ, ഇത്രമാത്രം മക്കൾ കർത്താവിൻ്റെ വഴിയിൽ നീങ്ങുമ്പോൾ ഒരമ്മയുടെ ഹൃദയത്തിൻ്റെ അനുഭവം ഒന്ന് പറയൂ. സന്തോഷം മാത്രം, ഒത്തിരി സന്തോഷം. ദൈവം ഇത്രയും നല്ല മക്കളെ തന്നല്ലോ, അവർക്കൊക്കെ ഇത്രയും കഴിവുകൾ കൊടുത്തല്ലോ. അതൊക്കെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളായിട്ട് ഞാൻ ഈ മക്കൾ ദൈവത്തിൻ്റെതാണെന്നും ദൈവത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി മാത്രമാണ് ഈ മക്കൾ നിലകൊള്ളേണ്ടതെന്നുള്ള ബോധ്യം തീർച്ചയായിട്ടും ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എൻ്റെ മക്കൾ ഓരോരുത്തരും വിശുദ്ധരാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇവർ വലിയ ജോലിക്കാരാകണമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കാറില്ല. പ്രത്യേകിച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കും 6 മക്കൾക്കും ദൈവവിളി കിട്ടണമെന്ന്. പ്രിയമുള്ളവരെ, ഒരമ്മയുടെ ഹൃദയ അർപ്പണം ഇതാ, മക്കൾ വിശുദ്ധരായി മാറണമേ എന്ന് ആഗ്രഹം. നമുക്കറിയാമല്ലോ, എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും ചെന്നാൽ കാണാൻ പറ്റും മധ്യസ്ഥ പ്രാർത്ഥന എഴുതിയിടുന്ന പെട്ടികൾ, പാത്രങ്ങൾ. ആ പാത്രങ്ങളിലെ നോക്കിക്കഴിഞ്ഞാൽ എഴുതിയിട്ടിരിക്കുന്ന ഒരുപാട് മധ്യസ്ഥ പ്രാർത്ഥനകളുണ്ട്. ലോകത്തിലെ വലിയ നേട്ടങ്ങൾ വേണം, ഒരുപാട് ഉന്നത വിദ്യാഭ്യാസം വേണം, ജോലി വേണം, ഒന്നും വേണ്ടെന്നല്ല. പക്ഷേ എത്ര കുറിപ്പിൽ എൻ്റെ കുഞ്ഞ് ഒരു വിശുദ്ധനാകണം, വിശുദ്ധയാകണം എന്ന് എഴുതിയിടാറുണ്ട് നമ്മൾ. നമുക്കൊന്ന് ഹൃദയം തുറക്കാം. ഇതുപോലുള്ള ഒരുപാട് മാതൃകകൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. തീർച്ചയായും പരിശുദ്ധ അമ്മ വഴി ദൈവത്തിൻ്റെ സ്നേഹാനുഗ്രഹത്തിൻ്റെ വലങ്കൈ കൂടെ ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെല്ലാം സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മേ, നിർമ്മല കന്യകേ, കർമ്മലനാഥേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ സ്നേഹത്തോടെ എല്ലാ കുടുംബങ്ങളെയും അർപ്പിക്കുന്നു. മക്കൾ വിശുദ്ധരായി മാറുവാൻ, ഞങ്ങൾ ഓരോരുത്തരും വിശുദ്ധരായി മാറുവാനുള്ള ഹൃദയവാഞ്ച, അഭിവാഞ്ച ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. അതിന് തക്കതായി ജീവിതം നയിക്കുവാൻ പരിശുദ്ധ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ, കരം പിടിക്കണമേ. ആമേൻ.